കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും പല രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടമായും പ്രമുഖ നേതാക്കളടക്കം പല സ്ഥാനങ്ങളിലിരുന്ന വ്യക്തികളടക്കം നിരവധി പേർ, അതിൽ തന്നെ യുവജനങ്ങൾ, ഈ പറയുന്നത് യുവ നേതാക്കൾ ഉൾപ്പെടെ പലരും LDFിൽ നിന്നും മാറി BJP പക്ഷത്തേക്ക് ചേക്കേറുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ DYFIയിൽ നിന്നും നിരവധി പേരാണ് ഈ ഇടക്കാലത്തായിട്ട് BJPയിൽ ചേക്കേറിയിരിക്കുന്നത് തന്നെ. അതിലിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു വാർത്ത പ്രകാരമാണെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും ഇപ്പോൾ DYFIയിൽ നിന്നും ഒരു പ്രമുഖ നേതാവ് ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് നടത്തറ പഞ്ചായത്തിലെ മെമ്പറായിരുന്ന DYFI നേതാവുമായിരുന്ന നിബിൻ ശ്രീനിവാസനാണ് ഇപ്പോൾ ഇടതുപക്ഷം വിട്ടുകൊണ്ട്, എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത് തന്നെ. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി കൂടിയായിരുന്നു ഇദ്ദേഹം, മെമ്പർ കൂടിയായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞു പോക്കലുകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലിപ്പോൾ ലേറ്റസ്റ്റായിട്ട് സംഭവിച്ച ഒരു കൊഴിഞ്ഞു പോക്കാണ്. ഇടതുപക്ഷത്തിൽ നിന്നും DYFIയിൽ നിന്നും ബ്ലോക്ക് സെക്രട്ടറി കൂടിയായിരുന്ന മെമ്പറായിരുന്ന ഒരു നേതാവ് ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് DYFIയിൽ നിന്ന് തന്നെ നിരവധി പേര് ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് BJP പാളയത്തിലേക്ക്, UDFിലേക്ക് പോവാതെ, വലതുപക്ഷത്തിലേക്ക് പോവാതെ BJP പാളയത്തിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച കാണുന്നു. അത് LDFിൽ നിന്നും അതോടൊപ്പം തന്നെ LDFുമായി ബന്ധപ്പെട്ട പല പ്രസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെയും നിരവധി പേർ ഈ പറയുന്ന തോതിൽ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ തന്നെ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ ഇടതുപക്ഷത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അത് ചെന്നെത്തുന്നത് BJPയിലേക്കാണ് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി മാറുമോ, BJPക്ക് ഇതൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.